പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ? 1 കോടി എടുത്തതിന്റെ തെളിവ് എവിടെ? നമുക്ക് തെളിവല്ലേ ആവശ്യം? ഉണ്ടാക്കിത്തരാം നിനക്കൊക്കെ തെളിവ്. നല്ല ഇങ്ങനെ ഉരുട്ടി തരാം. കള്ളികള്, പൂർണ്ണ സമ്പൂർണ്ണ അപരാധ കള്ളികള് മോഷണം നടത്തിയിട്ട് വന്ന് നിന്ന് തെളിവുണ്ടാക്കുന്നത്. നിന്നെയൊക്കെ അവനോ പഠിപ്പിച്ച് വിട്ടതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം മീഡിയയിൽ ജാതി കാർഡ് ഇറക്കി വേറെ എന്തൊക്കെയോ വാരി വെതറി. നിനക്കൊക്കെ ഉളുപ്പില്ലേടി എന്ന് ഞാൻ ചോദിക്കും. ഇത്രയും അപരാധികളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കള്ളികൾ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് അവര് പോലും അറിയാതെ അവരുടെ ലക്ഷക്കണക്കിന് രൂപകൾ മോഷണം നടത്തിയിട്ട് വന്നു നിന്ന് മീഡിയയുടെ മുന്നിൽ തെളിവ് കൊണ്ട് നിനക്കൊക്കെ കൂത്തിത്തിരിവ് തരാൻ തെളിവ്. എന്ത് അപരാധികളായി പോയി നിനക്കൊക്കെ നാണമില്ല ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഇത്ര പരിപാടി ചെയ്യാൻ. ആ ദിയാകൃഷ്ണയൊക്കെ നിങ്ങളെ പൊന്നുപോലെയല്ല നോക്കിയിട്ടുള്ളത്. അവർ തന്നെ പല ഇതിലും പറയുന്നുണ്ട്, അവരുടെ ഫംഗ്ഷൻസിനും വിളിച്ച് എല്ലാ രീതിയിലും സ്വന്തം സഹോദരിമാരെ പോലെ കണ്ടു എന്ന് പറയുന്നു. സ്വന്തം സഹോദരിയെ പോലെ ഒന്നും കാണാൻ പറ്റത്തില്ല എങ്കിലും നല്ലോണം നിന്നെയൊക്കെ കണ്ടില്ലേടി. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ കുന്തളിപ്പടി അവരെടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു നാറിയ പരിപാടി കാണിച്ചത്? തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഞാനൊക്കെ പിരിത്തിരിക്കുന്ന ഇത്രയും സമ്പൂർണ്ണ അപരാധികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ. എന്നിട്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നീയൊക്കെ ജാതി കാർഡ് ഇറക്കി. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു വന്ന ഈ അടുത്തിടെ ഏറ്റവും ചൊറിഞ്ഞു വന്ന ന്യൂസ് എനിക്ക് തന്നെ. എനിക്ക് പ്രത്യേകിച്ച് കള്ളം പറയുന്ന സാമാനങ്ങളെ കണ്ടാലേ പിടിക്കത്തില്ല. അതിനൊക്കെ എനിക്ക് വലിച്ചു തിരിച്ച് അവര് ഒട്ടിക്കാനുള്ള ദേഷ്യം വരും. നീയൊക്കെ ഇങ്ങനെ വന്നു നിന്ന് മീഡിയയുടെ മുന്നിൽ ഇത്രയും കള്ള പച്ച ഇത് തുപ്പി അതുപോലെ ജാതിയുടെ പേര് പറഞ്ഞ് നീയൊക്കെ അവരെ വേർതിരിക്കാൻ നോക്കി. അവർക്ക് കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് തന്നെ നിന്നെയൊക്കെ ഈ ലെവലിൽ നിർത്തിയിരുന്നു. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ലോക്കൽസ് ആണെങ്കിൽ ചിലപ്പം കയറി ഇടിച്ചാണ്. സത്യമുള്ള കാര്യം പറയാം. അവരുടെ ആ ഫെയിമും ആ ഇമേജ് നോക്കിയിട്ടാണ് അവർ ഈ ഒരു ലെവലിൽ നിന്നെയൊക്കെ നിർത്തിയത്. അല്ലെങ്കിൽ കയറി ഇടിക്കുവാന്ന്. വേറെ ആയിരുന്നെങ്കിൽ കയറി ഇടിക്കുവാന്ന്. ആ പരിപാടിയാണ് നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ള. ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ഒന്നെടുത്താലും 1 കോടി എടുത്താലും കണക്ക് തന്നെയാണ്. 1 രൂപയായാലും 1 കോടിയായാലും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള. എന്നിട്ട് നിങ്ങളൊന്ന് കാണണം. സിന്ധു കൃഷ്ണയുടെ ചാനലിൽ ഇന്നലെ ഇവളുമാരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുമാര് ഇരിക്കുന്ന ഇരിപ്പ് കാണണം. അതിൽ ഈ നടുകില്ലേ കണ്ണാടി വെച്ചവള് മീഡിയയുടെ മുന്നിൽ നിന്ന് കോരെ തെളിവുണ്ട്. ഇവള് അന്ന് ഇരിക്കുന്ന നിങ്ങളൊന്ന് നോക്കി നോക്കണം. അമ്മയ്ക്ക് തുറ പിണ്ടം പോലെ കയറിയിരിക്കണം. നോക്ക്. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. നമുക്ക് ഒരു സാധാരണ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങൾ നമ്മളെങ്ങനെ വിശ്വസിക്കും? അതെ, വിശ്വസിക്കാൻ കൊള്ളാത്ത ഇവളുമാരെ എങ്ങനെ വിശ്വസിക്കും? ചിലവർക്കെങ്കിലും ചിലപ്പോൾ പ്രശ്നം ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദിയാകൃഷ്ണയുടെ OBOC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത 3 അപരാധികളാണ്, 3 സ്റ്റാഫുകൾ. ഇതാണ് ആ സ്റ്റാഫുകൾ. ഇവളുമാര് അവിടെ ജോലി ചെയ്തുകൊണ്ട് അവര് പോലും അറിയാതെ അവിടെ തന്നെ QR കോഡും വെച്ചിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 1-2 രൂപയല്ല, 1-2 ആയാലും തട്ടിപ്പ് തന്നെയാണ്. ലക്ഷങ്ങളാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. കണക്ക് പോലും ഇല്ല. എത്ര രൂപ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് കണക്ക് പോലുമില്ല. ആൾക്കാർ സാധനം വാങ്ങാൻ വരുമ്പോ ഇവളുമാരുടെ QR കോഡ് കാണിച്ചു കൊടുക്കും. അത് പോരാഞ്ഞിട്ട് ക്യാഷ് വെളിയിൽ വെച്ച് ക്യാമറയിൽ പതിയാതിരിക്കാൻ ക്യാഷ് വാങ്ങുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ 1-ാം തരം തട്ടിപ്പാണ് ഇവളുമാര് നടത്തിയിട്ടുള്ളത്. ഇനി അറിയേണ്ട വേറൊരു കേസ്, അവിടെ നിന്ന് സ്റ്റോക്ക് എടുത്തിട്ട് ഇവളുമാര് വേറെ എവിടെയൊക്കെ കയറ്റി അയച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറെ അധികം തട്ടിപ്പാണ് നടത്തിയിട്ടുള്ള. ഇവളുമാര് ഇതിനു മുന്നേ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത് അതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവിടെ എന്തുമാത്രം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിന് ശേഷം ഇവളുമാര് നേരെ വീടുകളിൽ പോയിട്ട് പണയം വെച്ചിരുന്ന സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇനി പ്രാരാബ്ധമാണെന്ന് പറഞ്ഞും കൊണ്ട് കൊണ അടിക്കാൻ വരരുത്. മറ്റൊരുത്തന്റെ സ്ഥാപനത്തിൽ കയറി മോഷണം നടത്തിയിട്ടില്ല സ്വന്തം പ്രാരാബ്ധം തീർക്കേണ്ട. ഒരു നേരത്തിന്റെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിച്ച ഞാൻ തെറ്റു പറയത്തില്ല. വിശപ്പടക്കാനെന്നെങ്കിലും നമുക്ക് പറയാം. ആഹാരം മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ക്ഷമിക്കാം. വേറെ ഒന്നുമില്ല, ഒരു നേരത്തെ വിശപ്പ് മാറ്റാനെന്ന് പറയാം. പക്ഷെ നിന്റെയൊക്കെ കുന്തളിപ്പിനും നിന്റെയൊക്കെ കുത്തിക്കഴപ്പനും ഒരു സ്ഥാപനത്തിൽ കയറി ലക്ഷങ്ങളോളം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു തരത്തിലും. എന്നിട്ട് നീയൊക്കെ വന്നിരുന്ന് പച്ച വർഗീയത തുപ്പി ജാതിയുടെ കാർഡ് ഇറക്കി അവരെ തമ്മിൽ അടുപ്പിച്ച് അവർക്കെതിരെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നീയൊക്കെ കാണിച്ച ആ ഒരു ശുഷ്കാന്തി കാവാലം അടിച്ച് പൊളിക്കേണ്ട പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ സമ്പൂർണ്ണ അപരാധികളെ ഒരു രീതിയിലും വെറുതെ വിടാൻ പാടില്ല. കള്ളികളാ, പഠിച്ച കള്ളികള്. ഒരുമിച്ച് പോകാലോ? അതന്നെ, ഒറ്റയ്ക്കൊന്നും പോണ്ട. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയാൽ ഈ 3 എണ്ണം നോട്ട് ചെയ്ത് വെച്ചോ. ഒറ്റ സ്ഥാപനത്തിൽ ഇനി മേലാൽ ഇതിനൊന്നും ജോലി കൊടുക്കരുത്. ഒറ്റ സ്ഥാപനത്തിൽ അല്ല, നടുക്ക് കണ്ണാടി വെച്ചില്ല. അവളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. അവളാണ് ഈ എല്ലാ കള്ളത്തരങ്ങളും പക്കയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം മീഡിയയുടെ മുന്നിൽ വന്നു നിന്ന് ഈ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് ചെളിവാരി അടിക്കാൻ അവള് കാണിച്ച ശുഷ്കാന്തി അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. അവളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. പാവം ഒന്നും കളിക്കണ്ട. നീയൊക്കെ ഏത് സമ്പൂർണ്ണ സാധനങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി കിടന്ന് അങ്ങോട്ട് ഉരുണ്ട് മെഴുകണ്ട.
ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇവളുമാര് മീഡിയയിൽ പോയിട്ട് അടുത്ത ബൈറ്റ് കൊടുത്ത അതേ വക്കീൽ പൊട്ടം പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത പോലെ തെളിവ് സഹിതം എവരയിൽ ഇരിക്കുകയാണ്. ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടി കണ്ടില്ലേ? ചാച്ചി സോറി ചേച്ചി, നമ്മൾ 50,000 എടുത്തോളൂ. അതില് വേറെ ഇതില് വേറെ കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഇവളുമാര് ഈ തട്ടിപ്പ് നടത്തിയെന്നുപോലും എനിക്ക് പിടിയില്ല. എന്തുവാടാ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ നിർത്തിയില്ലേ? ദിയെ അടിക്കണം ആദ്യം. സത്യം എങ്ങനെ തോന്നി നിനക്കൊക്കെ? ഇത്രയും വിശ്വാസത്തോടെ പിടിച്ച് നിർത്തിയ നിനക്കൊക്കെ ഞാനൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ദിയെ ഇവിടെ കണക്ക് നോക്കിയില്ല, കണക്ക് നോക്കാൻ വരുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒന്നാമത് അവര് പ്രഗ്നന്റ് ആണ്. അതുപോലെ ഇവളുമാരെ വിശ്വസിച്ചു, അമിതമായി ഇവളുമാരെ വിശ്വസിച്ചു. അതാണ് ദിയയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കളിക്കുക. ഫോണിൽ എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു അത് ആൾക്കാർ സ്കാനർ ചുറ്റും അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് ഇവർ പറയുന്ന സ്കാനർ നോക്കാവുന്നില്ല, ക്യാഷ് ആണെന്ന് പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. ഇത് എല്ലാ അപരാധികൾക്കും ഒരു പാഠമാകട്ടെ. ഇതുപോലെ മോഷണങ്ങൾ നടത്തുന്ന എല്ലാ അപരാധികൾക്കും, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന എല്ലാ അപരാധികൾക്കും ഇതൊരു പാഠമാകട്ടെ. പിന്നെ ആഹാന കൃഷ്ണ, എന്റെ മോളെ നീ പൊളിച്ച് അടിപൊളിയായിട്ട് ചോദ്യം ചെയ്ത് 4 അടിപൊളി വൃത്തിക്ക് നിൽക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് നീ ചോദ്യങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാശ് കിട്ടിയാ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് എടുത്തത്. എല്ലാ പൈസ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തത് ഇവള് ഈക്വലി ഡിവൈഡ് ചെയ്ത് എടുത്തെന്നാണ് പറയുന്നത്. ഞാൻ വേറൊരു കേസ് പറയാൻ കേട്ടോ. എനിക്ക് ഇത്രയും കലിപ്പ് വരാനുണ്ടായ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവര് മോഷണം നടത്തി പിടിക്കപ്പെട്ടതിന് ശേഷം ആ ലെവലിൽ നിന്ന് പോലും ഇല്ല. പിന്നെ അടുത്ത അവരെ ജാതിയുടെ പേരിൽ അവരെ ചെളിവാരി അടിക്കാനാണ് ഇവളുമാര് ശ്രമിക്കുന്നത്. അതായത് അവരെ ഇനി നശിപ്പിക്കണം. അവർക്കുള്ള ഒരു നെഗറ്റീവിനെ പിടിച്ച് നിർത്തിയിട്ട് ജാതിയുടെ സംഭവം ഇട്ടുകൊടുത്ത് ആ ഒരു ലെവലില് അവര് ജാതി പറഞ്ഞു, ഞങ്ങൾ അമുക്കൂരെന്ന് പറഞ്ഞു, അവര് ഉയർന്ന ജാതി, ആ ഒരു സെറ്റപ്പില് പറഞ്ഞെന്നുള്ള സാധനം ഇട്ടുകൊടുക്കുകയാണ്. മനസ്സിലായി? ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇവളുമാര് ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത്. ഇവിടെ തെറ്റ് ചെയ്ത് ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുള്ള പരിഹാരം കാണാൻ നോക്കിയിരുന്നെങ്കിൽ വീണ്ടും 1% എവിടെയെങ്കിലും. പക്ഷെ നീയൊക്കെ കാണിച്ച അപരാധിത്വം, ഒരു കുടുംബത്തിനെ എന്നിട്ട് ചെളിവാരി അടിക്കാൻ ശ്രമിച്ചത്, അതുപോലെ അവർക്കെതിരെ കൊടുത്ത കള്ളക്കേസ്, നിന്നെയൊക്കെ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ, നിന്നെയൊക്കെ അവിടെ കൊണ്ടിരുത്തി ബിരിയാണിയും ജ്യൂസും വാങ്ങിച്ച് തന്ന് ആ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നീയൊക്കെ കാണിച്ചത് എന്താ തിരിച്ചു കാണിച്ചു കൊടുത്തത്? അടിച്ച് അണ്ണാക്കി കൊടുക്കാനുള്ള പരിപാടി. അപ്പൊ നിന്നെയൊക്കെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എവിടെയെങ്കിലും 1% പോട്ടുപുല്ലെന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതുപോലും പറയാൻ പറ്റുന്നില്ല. പറ്റാത്തതിന്റെ റീസൺ നീയൊക്കെ കാണിച്ച അപരാധ പരിപാടിയാണ്. എന്നാലും ഒരു ഊഹം, ഉദ്ദേശം 2 ലക്ഷം നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾ കണക്ക് വെക്കണ്ടേ? പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ അതെ, പ്രൊഫഷണൽ ആയിട്ടാണല്ലോ മോഷ്ടിച്ചത്. വിശ്വാസ വഞ്ചനയാണല്ലോ കാണിച്ചത്. നിന്നെയൊക്കെ വിശ്വസിച്ച് സ്ഥാപനം ഏൽപ്പിച്ചിട്ട് പോയി നീയൊക്കെ അവിടെ കുട്ടിച്ചോറാക്കാനുള്ള പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. തന്തയില്ലാത്ത പരിപാടി എന്നൊക്കെ മലയാളത്തിൽ പറയും. 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി. 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ തന്നെ ഞെക്കുന്നു എടുത്തില്ല. അപ്പൊ 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5,000 5,000 എടുത്തിട്ടില്ല. ഒരു കസ്റ്റമറിന്റെ 7,000 കഥ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു? വീതിച്ചെടുത്തപ്പോൾ നിനക്ക് എത്ര കിട്ടി എന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? അറിഞ്ഞോണ്ടല്ലോ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവർ പോലീസിനെ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗ പോലെ ഉണ്ടാകുന്ന കൃത്യം ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇങ്ങനെ അറിയാമോ? ക്യാഷ് ആയിട്ട് ക്യാഷ് കൊടുത്ത എല്ലാവരും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കാശ് കൃത്യമുള്ള എങ്ങനെയല്ല. ബിക്കോസ് അവസാനം വരെ മാന്യമായി ഞാൻ ചോദിക്കാണ് എനിക്ക് സത്യം അറിയണം. കാരണം ആ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി എന്നെ പോട്ടു. അല്ല, അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് 3 പേര് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ നടത്തുന്നു. കാര്യം ഇതിന്റെ 2,000 തിന്നു പറഞ്ഞവരാണ് അവരുടെ 7 ലക്ഷത്തിന്റെ കണക്ക് കൊടുത്തത്. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കണക്കില്ല. എത്ര രൂപ പോയെന്നും എത്ര രൂപ വന്നെന്നും ഇവർക്ക് കണക്കില്ല. ഇവർക്ക് അറിയാൻ പാടില്ല. ഇവരൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇവളുമാരെ വിശ്വസിച്ചിട്ട് ആ സ്ഥാപനം ഏൽപ്പിച്ച് പോയതുപോലെയാണ് ഇവർ പോയിട്ടുള്ളത്. ആ ഒരു വിശ്വാസ വഞ്ചനയാണ് ഇവളുമാര് കാണിച്ചത്. ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. 5 ലക്ഷം തിരിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര ലക്ഷം ഇവളുമാരെ അടിച്ചുകൊണ്ട് പൊക്കാണ്. അതാണ് മക്കളെ. ഇനി സിന്ധു കൃഷ്ണ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് പോയിന്റ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹൈലൈറ്റ് പോയിന്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഉണ്ട് ചേച്ചി, കുറ്റബോധം ഉണ്ട് ചേച്ചി. പിന്നെ എന്തിനെങ്ങനെ ചെയ്തു?
അതറിഞ്ഞൂടെ ചേച്ചി. അങ്ങനെ അങ്ങനെ പറയണം. അവരെന്നെ തമ്മിൽ ചോദിക്കണം, ഇത്രയും എടുത്താ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അയ്യോ ഇത്രയും ആയാ, അത്ര വരത്തില്ലല്ലോ എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണേ. അപ്പം പറയാം, അറിയാം അറിയാം, എന്തെങ്കിലും പിടിക്കുമെന്ന് അറിയാം എന്നും പറയുന്നുണ്ട്. എന്തിനാണിത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട്. എന്തിനാ കുട്ടി നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ കൊച്ചെന്നോട് പറയാം, ഇല്ല ആൻറ്റി ഇവിടെയുള്ള എല്ലാം കച്ചടയാന്ന്. അപ്പം ഞാൻ ഓജിയോട് പറഞ്ഞു, നീ ഇതെന്ത് സ്റ്റാഫിനെ വെച്ചേക്കണേ? ആ പിള്ളേർ എന്നോട് പറയും ഇതെല്ലാം കച്ചടയാന്ന്. 9,000 റുപ്പീസിൻ്റെ ഒരു പേയ്മെൻറ്റ് ആ കുട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് വന്നാൽ അടുത്ത 2 ഡെബിറ്റ് മറ്റേ 2 പേർക്കും അതിൻ്റെ ഷെയർ ഇട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു പിള്ളേരെ, നിങ്ങളെ എൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്ന് കോമഡിയും പറഞ്ഞ് നിന്നിട്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സ് 2 പേരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യും, ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ. ഓജി അത്രത്തോളം ഭാവമായതുകൊണ്ട് ശരി ശരി വിളിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് ഈ 3 പേര്. ഇവർ ഒറ്റ കെട്ടായിരുന്നു. പക്ഷേ ഇവരുടെ ജോലിയിൽ ഫാസ്റ്റായിരുന്നു. എനിക്ക് പലപ്പോഴും റോങ് വൈബ് അവരിൽ നിന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ അത് കൈയോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ വേറൊരു ഡൗട്ടും കൂടി ഉണ്ട്. ഇവളുമാര് 3 പേരും മാത്രമാണോ, അതോ പുറത്തുനിന്ന് സഹായിക്കാനായിട്ട് ഏതെങ്കിലും നാറികളോ നാർച്ചികളോ ഉണ്ടോ? ഇങ്ങനത്തെ കുറച്ചധികം ഡൗട്ടും കൂടി എനിക്കുണ്ട്. ഇനി ഒരു ഏജന്റ് പോലെ, ഇവരെ മൊത്തം സ്ഥാപനത്തിൽ നിന്നും പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഏജന്റ് പോലെ വല്ലതും സെറ്റപ്പോ ആണോന്നും അറിയാൻ പാടില്ല. കാരണം എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇവരെന്തൊക്കെ ഉടായ്പുണ്ട്. ഈ 3 പേര് മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ആരുടെയൊക്കെ സഹായങ്ങളും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയാൻ പാടില്ല. എന്തായാലും ദിയയുടെ ഒരു സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം കേട്ടോ. എന്റെ ഭാഗ്യം ഇപ്പൊ ഇത്രേ ഉള്ളൂ. പ്രഗ്നന്റ് ആയിട്ടുള്ള എന്നെ ഒരു സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ടില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അത്രേ എനിക്ക് പോലെ. ഞാനും എന്റെ ബേബിയും സേഫ് ആണ്. ആസ് ലോങ് ആസ് ദാറ്റ് ഐ ആം ഫൈൻ. ഐ വിൽ മേക്ക് മണി. മൈ ബേബി വിൽ കം ഔട്ട് സൂൺ. ആൻഡ് ഐ റിയലി ഹോപ്പ് എന്റെ ബേബി പുറത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആയിട്ട് നല്ലൊരു സമയം നോക്കി കൊച്ചിറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈ ബേബി ഷുഡ്. അതെ, ആ കൊച്ചു വരുമ്പോ ഈ കോലാഹലങ്ങൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ, കുറച്ച് നെഗറ്റീവ് ആയാലും ഇതെല്ലാം മാറട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളൂ. പിന്നെ വേറൊരു കേസ്, ഈ പറഞ്ഞതുപോലെ ആ സ്റ്റെപ്പിൽ നിന്നെല്ലാം തള്ളിയിട്ട് ദിയെ തീർക്കാനായിട്ട് ശ്രമിക്കാത്തത് വളരെ നല്ലൊരു കാര്യം. ഇവളുമാരെന്തും ചെയ്യാൻ മടിക്കാത്ത ടീംസ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ദിയ ഒരു ചാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. Edo, I just saw your video. Once I had a conversation with a staff from some products and she told me not to order through website and informed me to send the product pics and she will give good discount. Ordering through website will have cost more and delivery will be delayed. Oh my god, I had 20k order. Then I cancelled it as my brother was here. Oh, I told me something fishy എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു ചാറ്റും സൈഡിൽ ദിയ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു കേസ് പറയട്ടെ. ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും പൊട്ടിയതും ചപ്പിയതും ചളുങ്ങിയതുമായിട്ടുള്ള സാധനങ്ങൾ ഡെലിവറി പോകുന്നുണ്ടെന്നുള്ളൊരു ഇഷ്യൂ മുന്നേ വന്നിട്ടുണ്ടല്ലോ. അത് ഇവളുമാര് ചെയ്യുന്ന നാറിയ പരിപാടിയാണോ എന്ന് ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. ഉള്ള കാര്യം പറയും, ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടന്ന സമയത്ത് ഇവളുമാരാണോ ഈ നാറിയ പരിപാടി ചെയ്ത് കൂട്ടിയതെന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അതും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.